എലക്ഷന് ഇനി 4 നാള് കൂടി 9-ാം തീയതി രാവിലെ ഏകദേശം ഈ നേരമാകുമ്പോഴേക്കൊക്കെ വോട്ടെടുപ്പിന്റെ കാര്യങ്ങളിലേക്ക് ആയി പോവാണ്. അപ്പോൾ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു കിറ്റോ 500 രൂപയോ 2 പെഗോ കിട്ടിയാൽ ചെയ്യേണ്ടതാണോ വോട്ട്? 5 വർഷം, ഇനി വരുന്ന 5 വർഷം നമ്മളെ ആര് നയിക്കണം, ആരാണ് നമുക്ക് സഹായങ്ങൾ ചെയ്യുക, ആരാണ് നമുക്ക് വേണ്ട വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ തരിക, അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഓർക്കുക, ഈ 10 വർഷം, ഈ കഴിഞ്ഞ 10 വർഷം നമുക്ക് കിട്ടിയ ഒരു പ്രൊട്ടക്ഷൻ, അത് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും LDF തന്നെ 3ാമത് ലോഡാവും. ഒരു വർഗീയ കലാപം പോലും ഇല്ലാത്ത 10 വർഷങ്ങൾ, പാലങ്ങളും പള്ളിക്കൂടങ്ങളും ആശുപത്രികളും ഉന്നത നിലവാരത്തിലേക്ക് വളർന്ന 10 വർഷം, അത് ഈ തുടർഭരണം കിട്ടിയതുകൊണ്ട് മാത്രം തന്നെയാണ് ആ ഒരു വലിയ മാറ്റം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. പ്രളയവും നിപ്പയും കൊറോണയൊക്കെ വന്നിട്ടും ഒരുവിധ അല്ലലില്ലാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നത് LDF ഗവൺമെൻറ്റിൻ്റെ ഒരു മികവായിട്ട് തന്നെ കാണണം. ഇന്ന് ഒരു 500 രൂപയോ ഒരു കിറ്റോ ഒരു 2 പെഗോ ഒന്നും കിട്ടിയെന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 5 വർഷം അവരെ സഹിക്കേണ്ടതായി വരും. ഓർക്കുക, കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് മുമ്പ് തൃശ്ശൂർ മുഴുവൻ കിട്ടിയിരുന്ന ഒരു 29 രൂപ വരെ അരി ഉണ്ടായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ നാൾ വരെ എന്നെങ്കിലും ആ ഒരു അരി നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ആ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കിട്ടും, ഇപ്പൊ നമ്മളെ എല്ലാം കൂടെ ആക്കി തീർക്കും എന്ന് നമ്മളെ ഒരു മിഥ്യാധാരണ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു പരിപാടി, ഒരു അരി. അത് കഴിഞ്ഞിട്ടോ, ആ ഇലക്ഷൻ കഴിഞ്ഞ് അവര് വിജയം കൈവരിച്ച് പോയതിന് ശേഷം പിന്നെ നമ്മള് അടിമകളും ആള് രാജാവും എന്നുള്ള ഒരു പൊസിഷനിലേക്ക് അങ്ങോട്ട് മാറി. പിന്നെ ഒരു മാതിരി എന്തൊക്കെ നാടകങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കണേ. അതൊരു അവസ്ഥ തൃശ്ശൂര് ഇനി ഉണ്ടാവാതിരിക്കാൻ, ഒരു കിറ്റ് വിവാദമൊന്നും കണ്ടിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഈ കിറ്റുകൾ കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ മാറ്റി ചിന്തിക്കരുത്. കിറ്റുകൾ കിട്ടുന്നത് മേടിച്ചോ, 500 കിട്ടിയ അത് മേടിച്ചോ, 2 പെഗ് കിട്ടിയ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയില്ലേ, അത് നിങ്ങളുടെ താല്പര്യം പോലെ മേടിക്കുക അടിക്കുക എന്തൊക്കെ വേണ്ട വെച്ചാൽ ചെയ്തോ. പക്ഷെ വോട്ട് ചെയ്യുന്ന നേരത്ത് നമ്മൾ ഓർക്കുക, 5 വർഷത്തേക്കാണ് ഈ വക ടീമുകളെ ഒരു കിറ്റും തന്നിട്ട് നമ്മളെ അടിമയാക്കാൻ പോണ്. ആ മണ്ടത്തരത്തിലേക്ക് നമ്മൾ പോകരുത് കേട്ടാ. കാരണം വെച്ചാല് 5 വർഷം വലിയൊരു കാര്യം തന്നെയാണ്. നമ്മളൊരു 55, 60, 70 വയസ്സ് വരെ ജീവിക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു 5 വർഷം വെറുതെ നശിപ്പിച്ച് കളയരുത്. ഒരു പരീക്ഷണം എന്നുള്ള ലെവലില് ഇന്ന് 10 കൊല്ലം നമുക്ക് നല്ല ഭരണം കാഴ്ചവെച്ചിട്ട് നമ്മളെ ഉയർത്തിപ്പിടിച്ചവരാണ് LDF. ഇനി വരട്ടെ LDF ഒരു 5 വർഷം കൂടിയും ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്.